ഹായ് മക്കളെ, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ അത്രമാത്രം. പഠിക്കാനുള്ള ചാപ്റ്ററുകളുടെ ലിസ്റ്റ്, അത് നമ്മുടെ കോർ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടൻസി 9, ബിസിനസ് സ്റ്റഡീസ് 12, എക്കണോമിക്സ് 17, CA 10. ഓക്കെ, അപ്പോൾ ആ പെട്ടെന്ന് ആ ചാപ്റ്ററിൻ്റെ നമ്പറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അല്ല, ഇപ്പോൾ CA ഉള്ള ഏതെങ്കിലും ഒരു 8ാമത്തെ ചാപ്റ്റർ എന്താ പഠിക്കാനുള്ളത് ഓർമ്മ കിട്ടുന്നുണ്ടോ? പോട്ടെ, എക്കണോമിക്സിലെ ഒരു 12ാമത്തെ ചാപ്റ്റർ എന്താണ് അതിൽ പഠിക്കാനുള്ളത് ഓർമ്മ കിട്ടുന്നുണ്ടോ? ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്റർ കിട്ടുന്നുണ്ടോ? അതേപോലെ അക്കൗണ്ടൻസിയിൽ ഒരു 4ഓ 5ാമത്തെ ചാപ്റ്റർ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? കിട്ടുന്നുണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല അല്ലേ? പക്ഷേ അത് കിട്ടണം. എപ്പോഴേക്ക് കിട്ടണം? മോഡൽ എക്സാമിന് നിങ്ങൾ പോകുന്ന ആ ഒരു ടൈം. മോഡൽ എക്സാം നമുക്കറിയാം February 16 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേക്കും ഇങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. അങ്ങനെ പ്രിപ്പയർ ആവണം നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എത്ര സമയം നിങ്ങളുടെ മുന്നിലുണ്ട് ഇത്രയും ചാപ്റ്ററുകൾ പഠിച്ച് തീർക്കാൻ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. ഇനി ഓരോ ദിവസം ഓരോ ചാപ്റ്ററുകൾ വെച്ച് പഠിച്ചാലും തീർക്കാൻ പറ്റില്ല. ഓക്കെ, പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റണം എന്നില്ല, കാരണം അത്രത്തോളം ചാപ്റ്ററുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, സോ അവിടെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പഠിച്ചു പോകാൻ തന്നെ വേണം. നല്ല മാർക്ക് വേണമെങ്കിൽ നല്ല മാർക്കോടെ +1 പാസ്സായി +2ലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോളുക. നന്നായിട്ട് തന്നെ പഠിക്കേണ്ടത്. ജസ്റ്റ് സാർ ഒരു വെയിറ്റേജിൻ്റെ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. വെയിറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. സാർ ജസ്റ്റ് നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളിൽ എത്ര ചാപ്റ്ററുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ ഒരു വെയിറ്റേജിൻ്റെ അവിടെ ആഡ് ചെയ്തേ ഉള്ളൂ അക്കൗണ്ടൻസിയുടെ. ഓക്കെ, സോ ടൈമാണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ബാച്ചിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളിതാ കഴിഞ്ഞ ദിവസമൊക്കെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച മുതൽ നമ്മൾ ക്രാഷ് ബാച്ചിൽ തിങ്കളാഴ്ച മുതൽ നമ്മൾ ക്രാഷ് ബാച്ചിൽ ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാത്ത നല്ല രീതിയിൽ പബ്ലിക് എക്സാമിന് മാർക്ക് വാങ്ങണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്തോളുക, പഠിച്ചു തുടങ്ങിക്കോളുക. പഠിക്കുന്ന കാര്യത്തിൽ മറ്റാരും ഹെൽപ്പ് ചെയ്യാനോ നിങ്ങളെ കൂടെ ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്, സ്വയം തീരുമാനമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക എന്നൊക്കെ ഉള്ളത്. സോ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ടൈമായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വന്നതാണ്. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിക്കോളുക. സമയം വളരെ കുറവാണ് നിങ്ങളുടെ മുന്നിൽ. ഓക്കെ, ബൈ.